ഏത് ബാപ്പയുടെയും ഏത് ഉമ്മയുടെയും മക്കളെ ഏറ്റവും വലിയ ആശ്രയമാരാ? സ്വന്തം മക്കളാ. ഏത് ബാപ്പയുടെയും ചെറുപ്പക്കാരാ, ഞാൻ ഈ വാത് അവസാനിപ്പിക്കുമ്പോ ഈ പറയുന്ന വാക്ക് മനസ്സിലൊന്ന് കുത്തിവെച്ചോ. ബാപ്പാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നീ വഴുതി വീഴും, ഉറപ്പാ. ഇതൊരാലങ്കാരിക പ്രയോഗമല്ല മോനെ, ഇതൊരു സൗന്ദര്യ പ്രയോഗമല്ല, ഇത് കേവലം ഒരു അട്രാക്ഷൻ ലാംഗ്വേജ് അല്ല, ഇത് യാഥാർത്ഥ്യമാ പറയുന്നത്. അന്നിയുള്ളവന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തന്നിട്ട്, എന്റെ കവിള് തടത്തേക്ക് ഉമ്മ തന്നിട്ട് മുത്തം തന്നിട്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഇനി എന്റെ ആശ്രയം നീയാണടാ. ശരിയല്ലേ ബാപ്പായി പറഞ്ഞത്? ശരിയല്ലേ ഉമ്മായി പറഞ്ഞത്? എന്റെ സദസ്സിലുള്ള ഉമ്മമാരോട് ബാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ ചങ്ങാതിമാരുണ്ടായാലും, നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ കൂട്ടമുണ്ടായാലും, നിങ്ങളുടെ ആശ്രയം സ്വന്തം മക്കളാണല്ലോ. ഒരു ബാപ്പയുടെയും ഒരു ഉമ്മയുടെയും ഏറ്റവും വലിയ ആശ്രയം സ്വന്തം മക്കളാണല്ലോ. ഏറ്റവും വലിയ ആശ്രയമാരോ ഈ പാവപ്പെട്ട നൗഫലിനറിയാ, പാപ്പാ നൗഫലിനറിയാ, ഉമ്മ നൗഫലിനറിയാ. നൗഫലിന്റെ കുട്ടിക്കാലത്ത് തന്നെ മുതഅല്ലിമായി ഓതി പഠിക്കുന്ന സമയത്ത് എന്റെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി. പടച്ച റബ്ബേ, ഈയുള്ളവന്റെ പിതാവ് ഉൾപ്പെടെ ഈ സദസ്സിൽ നിന്ന് ആരെല്ലാം രക്ഷിതാക്കൾ മരണപ്പെട്ടവരുണ്ടോ, ഈ നാട്ടിലെ ഖബറാളികൾ എത്ര ഖബറാളികളുണ്ടോ, അവരുടെ ഖബറുകളിലേക്ക് മുഴുവനും ഇന്നുവരെ ഞങ്ങൾ പങ്കെടുത്ത മുഴുവൻ സദസ്സുകളുടെ വെളിച്ചം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അന്നീ പാവപ്പെട്ട മുതഅല്ലിമായി ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ബാപ്പ മരണപ്പെട്ടപ്പോ അതാ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാ. ആ രംഗം പിന്നിട്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നൗഫലിന് 35 വയസ്സാണ്. പക്ഷേ എത്രയോ വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു സംഭവം ഞാൻ മറന്നിട്ടില്ലോ, എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിഞ്ഞിട്ടില്ലോ. എന്റെ ജീവിതത്തിൽ അല്ലാഹ് എനിക്ക് തന്ന ഉയർച്ചയും വളർച്ചയോ, വലിയ ഉയരങ്ങളിലേക്ക് ഞാൻ എത്തിയെന്ന അവകാശവാദം എനിക്കില്ല. പക്ഷേ മുതഅല്ലിമീങ്ങളെ, ചെറിയ മക്കളെ, എന്റെ കൊച്ചനുജന്മാരെ, എന്റെ ജേട്ടന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, വാത് കേൾക്കുന്ന പെങ്ങള്, ഇന്ന് ഈ ചെറിയ ഉയർച്ച കിട്ടാനുള്ള കാരണം അന്നത്തെ ആ ഒരു രംഗം നൗഫല് മറക്കാത്തത് കൊണ്ടാ. അതാ എന്റെ ബാപ്പ മരണപ്പെട്ട വാർത്ത കേട്ടപ്പോ മലപ്പുറം ജില്ലയിലെ ചെമ്മാട്ട് പള്ളിയിൽ നിന്ന് ഒന്നരായ ശൈഖുന താജുൽ ഫുഖഹാദ് ബേക്കൽ ഉസ്താദിന്റെ വണ്ടിയിൽ അതാ ഞാൻ മംഗലാപുരത്തേക്ക് വരികയാ. മംഗലാപുരത്ത് നിന്ന് 4-4.5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്ന എന്റെ ചിക്കമകളൂർ ജില്ലയിലെ കളസയിലെ എന്റെ വീട്ടിലെത്തുകയാ. എന്റെ ബാപ്പാന്റെ മയ്യത്ത് കിടത്തി വെച്ചിട്ടുണ്ട്. ബാപ്പാന്റെ മയ്യത്ത് കണ്ടിട്ട് അതാ മറയിലിരിക്കുന്ന ഹിദ്ദയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ഞാനൊന്ന് പോയപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച ഒരു രംഗമുണ്ടല്ലോ മക്കളെ. ഇന്ന് എനിക്ക് 3 മക്കളുണ്ട്. അല്ലാഹ് എനിക്ക് 3 മക്കളെ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന്
ഇന്ന് പോലും ആ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, നൗഫലിന്റെ ജീവിതത്തിൽ നൗഫൽ മറന്നിട്ടില്ല. എന്താണ്? ഹിദ്ദയിലിരിക്കുന്ന സമയത്ത് എന്റെ ബാപ്പയുടെ മയ്യത്ത് എന്റെ വീട്ടിൽ കിടത്തിയിട്ടുണ്ട്, എന്റെ ബാപ്പയുടെ മയ്യത്ത് എടുത്തിട്ടില്ല. അപ്പോഴാ എന്റെ ഉമ്മ എന്നോട് പറയുന്നത്, മോനെ, ഇതുവരെ എനിക്ക് ആശ്രയം നിന്റെ ബാപ്പയായിരുന്നടാ, ഇനി എന്റെ ആശ്രയം നീയല്ലാതെ മറ്റാരുമില്ല. ഏത് ബാപ്പയുടെയും ഏത് ഉമ്മയുടെയും മക്കളെ ഏറ്റവും വലിയ ആശ്രയമാരാ? സ്വന്തം മക്കളാ. ഏത് ബാപ്പയുടെയും ചെറുപ്പക്കാരാ, ഞാൻ ഈ വാദ് അവസാനിപ്പിക്കുമ്പോ ഈ പറയുന്ന വാക്ക് മനസ്സിലൊന്ന് കുത്തിവെച്ചോ. ബാപ്പാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നീ വഴുതി വീഴും, ഉറപ്പാ. ഇതൊരാലങ്കാരിക പ്രയോഗമല്ല മോനെ, ഇതൊരു സൗന്ദര്യ പ്രയോഗമല്ല, ഇത് കേവലം ഒരു അട്രാക്ഷൻ ലാംഗ്വേജ് അല്ല, ഇത് യാഥാർത്ഥ്യമാ പറയുന്നത്. അന്നീയുള്ളവന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തന്നിട്ട്, എന്റെ കവിള് തടത്തേക്ക് ഉമ്മ തന്നിട്ട് മുത്തം തന്നിട്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഇനി എന്റെ ആശ്രയം നീയാണടാ. ശരിയല്ലേ ബാപ്പായി പറഞ്ഞത്? ശരിയല്ലേ ഉമ്മായി പറഞ്ഞത്? എന്റെ സദസ്സിലുള്ള ഉമ്മമാരോട് ബാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ ചങ്ങാതിമാരുണ്ടായാലും, നിങ്ങൾക്ക് തുണയായിട്ട് എത്ര വലിയ കൂട്ടമുണ്ടായാലും, നിങ്ങളുടെ ആശ്രയം സ്വന്തം മക്കളാണല്ലോ. ഒരു ബാപ്പയുടെയും ഒരു ഉമ്മയുടെയും ഏറ്റവും വലിയ ആശ്രയം സ്വന്തം മക്കളാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാരും കൂടെയില്ലാത്ത സമയത്ത്, അതാ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് കൂടെ ആരുമില്ല, ഒറ്റയാൾ പട്ടാളമായി ദീനിന് ഖിദ്മത്ത് ചെയ്ത നേരത്ത് കൂടെ ഒരു തുണക്കാരൻ വേണം, കൂടെ ഒരു ആശ്രയം വേണം. അപ്പ ചോദിച്ച ചോദ്യം ഖുർആനിലുണ്ടല്ലോ, ഒരു ചങ്ങായിയെ വേണമെന്നല്ല ചോദിച്ചത്, ഇതുപോലെ ഒരു സ്നേഹിതനെ വേണമെന്നല്ല ചോദിച്ചത്. അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ പരിശുദ്ധ ഖുർആനിൽ ഇന്നും കളയാതെ ബാക്കിയുണ്ടല്ലോ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹ് സ്വാലിഹീങ്ങളായ മക്കളെ താ അല്ലാഹ്. ബാപ്പാ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഖബറിന്റെ അരികിലൂടെ വിട്ടുകിടക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അതാ ചുണ്ടില് വെച്ച സിഗരറ്റിന്റെ കുറ്റിയെടുത്ത് ബാപ്പാന്റെ ഖബറിലേക്ക് വലിച്ചെറിഞ്ഞ മകനെ വേണോ? അതല്ല ഉമ്മ. സരളിക്കട്ട ഖബർസ്ഥാനിൽ ഒരു ഉമ്മ കിടക്കുകയാ. വെള്ളിയാഴ്ച ജുമഅക്ക് സരളിക്കട്ട പള്ളിയിൽ വരുന്നു ഒരു മകൻ. ജുമഅ നിസ്കാരം കഴിയുന്നു, ഖുതുബ കേട്ട് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ദുആ കഴിഞ്ഞു. അതാ വീട്ടിലേക്ക് പോകണ സമയത്ത് ഇല്ല, വീട്ടിൽ എന്റെ ഭാര്യ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വീട്ടിൽ എന്റെ ഭാര്യ എനിക്ക് നെയ്ച്ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ വീട്ടിൽ എന്റെ ഭാര്യ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അതാ എന്നെ കാത്ത് ഖബറിൽ കഴിയുന്ന എന്റെ പൊന്നുമ്മയുണ്ടല്ലോ, എന്റെ ബാപ്പ ഖബറിൽ കഴിയുന്നുണ്ടല്ലോ. ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ ഭാര്യ മക്കളെ മുഖത്തേക്ക് നോക്കുന്നതിന് മുമ്പ്
എന്റെ ഉമ്മാന്റെ ഖബറിലോട്ടൊന്ന് ചെന്നോട്ടെ, എന്റെ ബാപ്പാന്റെ ഖബറിന്റെ അരികിലൊന്ന് പോയിട്ട് ഒരു യാസീന് നിന്ന നൃത്തത്തിൽ ഓതിയിട്ട് അതാ എന്റെ ബാപ്പാന്റെ പേരിലും ഉമ്മാന്റെ പേരിലും മദിയ ചെയ്തിട്ട് റബ്ബേ ഈ ഖബറിൽ കിടക്കുന്നത് വേറെ ആരുമല്ല, ആ ഖബറിൽ കിടക്കുന്നത് മറ്റാരുമല്ല, ഈ ഖബറിൽ കിടക്കുന്നത് വേറെ ആരുമല്ല, എന്നെ ഞാനാക്കി എന്നെ പോറ്റി വളർത്തിയ ഗർഭം ചുമന്നത് 10 മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ആ എന്റെ പൊന്നുമ്മയാണല്ലോ, പൊന്നുപ്പയാണല്ലോ. റബ്ബേ നീ പൊറുക്കണേ അല്ലാ എന്ന് നിങ്ങൾക്ക് വേണ്ടി യാസീനോദി ഹദിയ ചെയ്ത് നിങ്ങളുടെ പാപമോചനത്തിനായി സിദ്ധാവായ ജഗനിയന്താവായ ഖാലിഖായ റാസിഖായ ജബ്ബാറായ ഖഹാറായ വഹാബായ റസാഖായ ഫത്താഹായ അലീമായ ഖാബിദായ ബാസിതായ ഖാഫിദായ റാഫിആയ മുഇസ്സായ മുദില്ലായ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റിയ മക്കള് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മ എന്റെ സദസ്സിലുണ്ടോ? ബാപ്പ എന്റെ സദസ്സിലുണ്ടോ? മക്കള് വഴിപിടക്കുന്ന കാലമോ, ബാപ്പാനെ പരിചയം കിട്ടാത്ത മക്കളുള്ള കാലമോ, ഉമ്മാനെ പരിചയം കിട്ടാത്ത മക്കളുള്ള കാലമോ, ബാപ്പാനെയും ഉമ്മാനെയും പുറംകാല് കൊണ്ട് ചവിട്ട് കൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കുരുന്നു മക്കളുള്ള കാലമോ. മക്കളെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. കേവലം മദ്രസയിൽ അയച്ചത് കൊണ്ടായില്ല, ഉസ്താദുമാർക്ക് മക്കളെ കോൺട്രാക്ട് കൊടുത്തത് കൊണ്ടായില്ല, ഉസ്താദുമാർക്ക് കടപ്പാടുള്ളതിലേറെ നിങ്ങളെ മക്കളെ നേർവഴിയിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ട് കേട്ടോ. ആ രൂപത്തിൽ മക്കളെ പോറ്റി വളർത്തിയാൽ ഇൻഷാ അല്ലാഹ് സരളികട്ടയിലുള്ള ഉപ്പമാർക്ക് പ്രതീക്ഷിക്കാം. ഈ പള്ളിമുറ്റത്ത് നടക്കുന്ന പരിപാടിയെ അതാ SJS ലൈവ് മീഡിയയിലൂടെ വീക്ഷിക്കുന്ന മുഴുവൻ ഉപ്പമാർക്കും ഉമ്മമാർക്കും പ്രതീക്ഷിക്കാം. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് മുത്തിമണക്കാനുള്ള അൽ വലദു സ്വാലിഹു റൈഹാനത്തുൽ ജന്ന. ബാപ്പാ ഉമ്മ ഒരു പുഷ്പത്തെ കാണുമ്പോ നല്ല സുഗന്ധമുള്ള പുഷ്പമാണ്, ആ പുഷ്പത്തെ കാണുമ്പോ ഒന്ന് മുത്തി മണക്കണമെന്ന് തോന്നാറില്ലേ? എന്നാൽ കേൾക്കുവീൻ, സ്വർഗത്തിലെത്തിയാൽ ഉമ്മാക്കും ബാപ്പക്കും മുത്തി മണക്കാനുള്ള പുഷ്പമാരാ? അൽ വലദു സ്വാലിഹു, സ്വാലിഹായ സന്താനമാണ്. ഈ ഒരു കാര്യം വഅദ് പറയുന്ന വിനീതന്റെ ഖൽബിൽ കുത്തിവെക്കുന്നതോടൊപ്പം ഒരുമിച്ച് കൂടിയ മുഴുവൻ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സാധുവായ ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തന്ന മക്കളെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും അവരിവിടെ ചെയ്യുന്ന ഓരോ ഖിദ്മത്തിന്റെ പ്രതിഫലത്തിന്റെ അംശം ബാപ്പയും ഉമ്മയുമായി ഖബറിൽ കഴിയുന്ന ഞങ്ങളെ ഖബറുകളിൽ ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സ് നീ അതിന് കാരണമാക്കണേ അല്ലാഹ്.